നമസ്കാരം, എല്ലാവർക്കും ദ ട്രീത്ത് ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ ഒരു നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ 3 വാർത്തകളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. ഒട്ടും സമയം കളയുന്നില്ല. വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്തകളിലേക്ക് തന്നെ നമ്മൾ കിടക്കുകയാണ്. അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ ഇപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. നേരെ വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്തയിൽ കിടക്കുകയാണ്. സംസ്ഥാനത്ത് വേനൽക്കാലം ആരംഭിക്കാനിരിക്കെ താപനില ക്രമാതീതമായി ഉയരുന്നു. ഇന്നും നാളെയും സംസ്ഥാനത്തെ 4 ജില്ലകളിൽ താപനില കുതിച്ചുയരുന്ന സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇന്നും നാളെയും, അതായത് ഫെബ്രുവരി 16, 17 കണ്ണൂർ ജില്ലയിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം ജില്ലയിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ കോഴിക്കോട് ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത്. അതോടൊപ്പം തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്തയിൽ കിടക്കുകയാണെങ്കിൽ, ന്യൂനമർദ്ദത്തെ തുടർന്നുണ്ടായ കനത്ത മഴയിൽ കവിഞ്ഞ വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ ഡാമുകൾ. അൽ കാബിലിലെ വിലായത്തിൽ അൽ നബ പട്ടണത്തിലെ വാദി നാം അണക്കെട്ടിന് ഏകദേശം 8 ലക്ഷം ക്യൂബിക് മീറ്റർ ശേഷിയുണ്ട്. എന്നാൽ കനത്ത മഴയിൽ വെള്ളം ഒഴുകിയതോടെ നിറഞ്ഞൊഴുകി. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്തയിൽ കിടക്കുകയാണെങ്കിൽ, കാട്ടാനയുടെ ആക്രമണം. വയനാട്ടിൽ നാളെ UDF LDF BJP ഹർത്താൽ. വയനാട്ടിൽ നാളെ UDFും LDFും BJPയും ഹർത്താൽ പ്രഖ്യാപിച്ചു. ജില്ലയിൽ 17 ദിവസത്തിനിടെ 3 പേർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് വന്യമൃഗ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട ഹർത്താൽ. ഇതാണ് ഇപ്പോൾ മനോരമ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത. നന്ദി.